അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നൂറ ഹബീബ് തങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ അതിൻ്റെ കമൻറ്റിലൂടെ വന്ന ചില പ്രതികരണങ്ങൾക്ക് ചെറിയ നിലക്കുള്ള മറുപടി പറയുക എന്ന ഉദ്ദേശത്തോടു കൂടിയും ദീനിൻ്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാരുടെയും അതേപോലെ സയ്യിദന്മാരുടെയും രക്തം ഊറ്റിക്കുടിക്കുന്ന ഒരു വിഭാഗത്തിനെ പറ്റി തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ആ കമൻറ്റിലൂടെ അവർ ചോദിക്കുന്നുണ്ട്, എനിക്ക് എത്ര ലക്ഷം തന്നു, ഇങ്ങനെ പറയാൻ വേണ്ടി എത്ര ലക്ഷം തന്നു എന്ന്. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അയാൾ പറഞ്ഞ കാര്യങ്ങൾ എന്തിനാണ് അയാളുടെ പിന്നാലെ കൂടുന്നതെന്ന് ചോദിച്ചതിന്, ഇത് പറയാനൊക്കെ മനുഷ്യന്മാർ ലക്ഷം കൊടുക്കുകയാണെങ്കിൽ ഇവരോട് എനിക്ക് പറയാനുള്ളത്, ഞാനയാളെ കാണുകയോ അയാളെ നേരിട്ട് കാണുകയൊന്നും ചെയ്തിട്ടില്ല. ഓരോ വ്യക്തികളെ സംബന്ധിച്ച് അറിയണമെങ്കിൽ അവരെ ജീവിത ചരിത്രങ്ങൾ അത് ഉൾക്കൊള്ളുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളൊന്നുണ്ട്. അദ്ദേഹം ചെയ്യുന്ന വീഡിയോകളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വ്യക്തികളെ വിലയിരുത്താം. അങ്ങനെ നമ്മൾ വിലയിരുത്തിയാൽ ഇപ്പോൾ ഈ പറയപ്പെടുന്ന ആൾക്ക് അയാളൊരു പണ്ഡിതനല്ല എന്ന് അദ്ദേഹം എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതനല്ലാത്ത ആളുകൾക്ക് ഇങ്ങനത്തെ ഒന്നും ചെയ്യാൻ, ഇങ്ങനെ ഈ സലാത്തിൻ്റെ മഹത്വങ്ങളും ദിക്റിൻ്റെ മഹത്വങ്ങളും പറഞ്ഞ് പ്രസംഗിക്കാൻ പാടില്ല എന്ന് എവിടെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇവിടെ വഹാബിസം എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അവരിവിടെ ദിക്റിനും സലാത്തിനും റസൂലുള്ള അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് പറയുക. നമ്മളിപ്പോൾ ഓരോ ദിവസം ഒരു സ്ഥലത്ത് ഇപ്പോൾ വെള്ളിയാഴ്ച രാവിനൊക്കെ എല്ലാ പള്ളിയിലും സലാത്ത് ഉണ്ടാകലുണ്ടല്ലോ, 100 സലാത്ത് അല്ലെങ്കിൽ 100 ലായൽ തൈലീൽ, ഇതൊക്കെ മുമ്പേ നടന്നു വരുന്നതാണ്. ഇതൊന്നും നബി ചെയ്തിട്ടില്ല, അതൊക്കെ വിദഗ്ധാണ്, ശിർക്കാണെന്ന് പറഞ്ഞിട്ട് തള്ളുന്നൊരു വിഭാഗം. ഈ കൊറോണ കാലഘട്ടത്തിൽ പലരും ദിക്ർ മജ്‌ലിസ് തുടങ്ങിയെങ്കിലും അതിൻ്റെ അടിമകളായി, അതിൻ്റെ എഡിറ്റായി മാറുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരെ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, അവൻ്റെ ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കാതെ, ഇങ്ങനെയൊക്കെ ചില ആളുകൾ ഇങ്ങനെ ആയി മാറുമ്പോൾ അതിനെതിരെ ഈ വിവരം അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ അവരെ ഉത്ബോധിപ്പിക്കാറുണ്ട്. ഇതൊക്കെ നടക്കേണ്ടത് തന്നെയാണ്. എന്നാൽ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹം ചെയ്യുന്ന നന്മ കാണാതെ തിന്മ മാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യുക, അങ്ങനത്തെ ആളുകളെ താറടിച്ച് കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവരെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുറേ ആളുകളുണ്ടാകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾക്കൊരു നന്മ ചെയ്യാൻ കഴിയുമെങ്കിൽ എന്തെങ്കിലും നന്മ ചെയ്യുന്നതിന് മടക്കരുത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇവിടെ തുടക്കം മുതലേ ഈ മൻസൂർ മണ്ണാർക്കാട് പറഞ്ഞൊരു വഹാബി ഉണ്ട്. അവന് ഇവിടെ ഇതായിട്ടല്ല, സുന്നി പണ്ഡിതന്മാർ മുഴുവനും വിമർശിച്ചുകൊണ്ട് മുശ്രിക്കാക്കി നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവനെ പോലത്തെ ആളുകൾ എന്നപോലെ യുക്തിവാദികൾ, ഇവർക്കൊക്കെ ഇപ്പോൾ വീണ് കിട്ടിയൊരു സദ്യയായിട്ടാണ് ഇതിനെ കാണുന്നതെങ്കിലും ഇവരൊക്കെ ഈ വിരൽ കടിക്കുന്നൊരു സാഹചര്യം വരാൻ പോകുന്നുണ്ട്, അന്ത്യനാട് വരാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാണ്ട് നന്മ ആര് ചെയ്താലും അതിനെ പിന്തുണർക്കുകയും, തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അറിവില്ലാത്ത ആളുകളാണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ കാണുന്നതൊക്കെ നമ്മൾ എതിർക്കാൻ നിന്നാൽ ഓൻ്റെ ഓരോരുത്തരുടെ പോരായ്മകൾ ചിക്കി ചായഞ്ഞ് നോക്കുമ്പം സ്വന്തം പോരായ്മകളെ നമ്മൾ മറച്ചു വെക്കുകയാണ്. നമ്മൾക്ക് എന്തൊക്കെ ന്യൂനതകളുണ്ട്, നമ്മൾക്ക് എവിടെ തഴഞ്ഞത്. ഈ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, ചില ആളുകൾ, ഞാനിപ്പോൾ വലിയ ആളാണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കണം, ലക്ഷവാള്യങ്ങളോളം കിതാബുകൾ ക്രോഡീകരിച്ച മദ്ഹബിൻ്റെ ഇമാമികൾ, ഇങ്ങനത്തെ ഇമാമികൾ, ഇവരാണ് പണ്ഡിതന്മാർ. എഴുതി വെച്ച ബുക്ക് വായിക്കാൻ കിട്ടിയാലൊന്നും അവർ പണ്ഡിതന്മാരാവില്ല. ഇനി പണ്ഡിതന്മാരല്ലാത്തവർക്ക് ഇവിടെ ഒരു സ്ഥാനമല്ലേ, ഒരു കുറഞ്ഞ കാര്യമാണ് അറിയണമെങ്കിൽ ആ അറിവ് നാഫിയാകണം. നാഫി അല്ലാത്ത ഇൽമ കിട്ടിയിട്ടൊരു കാര്യമില്ല, ഉപകാരപ്രദമല്ലാത്ത ഇൽമ ആർക്ക് കിട്ടിയിട്ടും കാര്യമല്ല. ആ ഇൽമ പഠിക്കേണ്ട സമയം എപ്പോഴാണ്, വലുതായിട്ട് പഠിച്ചൂടെ. ഈ തൊട്ടിൽ മുതൽ കല്ലറ വരെ എന്നാണ് അതിൻ്റെ സമയം പറഞ്ഞത്. ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ നമ്മൾ ഇൽമ പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. അപ്പം ഇങ്ങനെ ഇൽമ പഠിച്ച ആളുകളും അതുപോലെ തന്നെ ഈ നല്ല നല്ല ആളുകളൊക്കെ
അതിനെന്താണ് എതിർക്കാതിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ചെന്നിട്ട് എന്തിനാണ്? ഇവിടെ സുന്നി സംഘടനകളുണ്ടല്ലോ, അവർ ഇതിനൊക്കെ തീരുമാനം കാണും. ഇല്ലാതെ ഇങ്ങനെ ഈ നടത്തുന്ന സംഗതികൾക്കൊക്കെ വിമർശിക്കാനായിട്ട് നമ്മളങ്ങനെ ഒരു മനക്കെട്ടാലേ നമ്മൾ അങ്ങനെ വിമർശിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഇവരൊക്കെ തെറി പറഞ്ഞാണ്ട് എന്തൊക്കെ തെറികളാണ് ഒരു വ്യക്തിനെ പറ്റി പറയുന്നത്. നമ്മൾ ഈമാൻ നഷ്ടപ്പെട്ട് പോണേ നമ്മൾ സൂക്ഷിക്കണ്ടേ? നമ്മൾക്കൊരു ബാധ്യതയില്ല, നമ്മളെ ശരീരത്തിനോടൊരു ബാധ്യതയില്ല. സ്വന്തം ശരീരത്തിൻ്റെ നെഫ്സിൻ്റെ ഹക്ക് വിട്ടിട്ടാണ് മറ്റുള്ളവരെ ഹക്ക് വിട്ടാൻ പറഞ്ഞത്. എൻ്റെ ഹാസിബു കബല യു ഹാസബുന്ന, നീ മറ്റൊരു വിചാരണ ചെയ്യപ്പെടുന്ന ദിവസം വരുന്നതിൻ്റെ മുമ്പ് നീ വിചാരണ ചെയ്യണമെന്നാണ്. നമ്മൾ നേരം വെളുത്ത് വൈകുന്നേരം ആകുമ്പോൾ ഓരോ ദിവസം ഉറങ്ങണതിൻ്റെ മുമ്പ് ഞാനിന്ന് ആരെങ്കിലും ഇബത്ത് പറഞ്ഞണോ? ഇല്ല, അൽഹംദുലില്ലാ. ഏതെങ്കിലും ആളുകളെ നിമിയത്ത് പറഞ്ഞോ? ഇല്ല. ഇങ്ങനെ നമ്മുടെ ഓരോ ദിവസവും നമ്മളിന്ന് ചെയ്ത നന്മയും തിന്മയും ഒക്കെ എന്താക്കണം, ഒന്ന് തൂക്കി കണക്കാക്കി നോക്കണം. എന്നിട്ട് നന്മ മുന്തിയതാണെങ്കിൽ നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറയാം. അത് മാത്രമല്ല, ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ ചെറുപ്പം മുതൽ പ്രായപൂർത്തിയായത് മുതൽ ഇത്രയുള്ള കാലത്തിൽ നമ്മളിങ്ങനെ പഠിച്ചു വന്നത്, ഇതിൽ നമ്മൾക്ക് ഏതിനെ മുൻഗണന നമുക്ക് നോക്കണം. ഒരാൾ ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവന് സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഇൽമ് പഠിക്കുന്നവന് പിന്നെന്താണ്? സ്വർഗത്തിലായിരിക്കും. നാഫിയ ഇൽമാകണം. ഇൽമ നാഫി ഒരു ഉപകാരപ്രദതുകൊണ്ട് അല്ലാത്തതുണ്ട്. അപ്പം നമ്മൾ വലിയ പണ്ഡിതന്മാരല്ലെങ്കിലും ഉള്ളത് കുറഞ്ഞ അറിവാണെങ്കിലും അത് നാഫി ആണെങ്കിൽ അത് എന്നും ഉപകരിക്കും. നേരെ മറിച്ച് നാഫി അല്ലാത്ത ഇൽമ് കൊട്ടക്കണക്കിനുണ്ടായിട്ടും കാര്യമല്ല, ഉപകാരപ്രദമല്ലാത്തത്. അള്ളാഹ് കബൂലാക്കിയതാണ്. ഞാനൊരു ആലിമാണ്, പണ്ഡിതനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ നടക്കുന്ന ആളുകൾ അവരെയാണ് ആദ്യം നരകത്തിലിടുക എന്നാണ് പറഞ്ഞത്, വിചാരണ ചെയ്ത് കണ്ട്. എന്നതുപോലെ ഷഹീദാകാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളുകൾ, അത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി, എന്നതുപോലെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നവർ, ഇവരൊക്കെയാണ് ആദ്യം നരകത്തിലേക്ക് വലിച്ചെറിയുന്ന അല്ലാഹു റസൂൽ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എൻ്റെ നെഫ്സിനെ ആദ്യം സൂക്ഷിക്കണം. മറ്റവർ പറയാൻ ഞാൻ അർഹനല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കണം. ഇപ്പോൾ ഈ തങ്ങളെ എതിർക്കാമെന്ന് പറഞ്ഞിട്ട് ഓരോ സ്ത്രീകളൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത് നമുക്കറിയാമല്ലാതെ. ഇത് പറയുമ്പോഴും എനിക്കെത്ര തോന്നുന്നു ചോദിക്കണ്ട, എനിക്കാരും ഞാൻ ഇയാളെ പറ്റി ആരും കണ്ടിട്ടൊന്നുമില്ല. എന്നാലും ഈ സ്ത്രീകളൊക്കെ അവരെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി, അവരെ കുട്ടികളെയും മക്കളെയൊക്കെ നോക്കി നടക്കുക. എന്നപോലെ നിങ്ങളെ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി എന്നപോലെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക അതൊക്കെ നോക്കി നടക്കാമെന്നല്ലാതെ ഇങ്ങനത്തെ സദസ്സുക്ക് നിങ്ങളെന്നെ പോയി കുറേ പൈസ കൊടുത്ത് എന്നിട്ട് ഇന്നെ അതാക്കി ഇതാക്കി എന്നൊക്കെ നാണയം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ഒരാളെ പറ്റി ഈ കെദ്ഫ് പറഞ്ഞാൽ അതിൻ്റെ ഒക്കെ കുറ്റം എന്താണെന്നറിയാം. അത് സബൂൽ മോബിക്കത്ത് പെട്ടെന്നാണ് പറഞ്ഞത്. ഭയങ്കര കുറ്റത്തിൽപ്പെട്ടതാണ് ഒരു മോമിനായ ആളെ പറ്റി കെദ്ഫ് പറയൽ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ മരിച്ചു പോകേണ്ടി വരും. അപ്പോൾ അതിന് നമ്മുടെ ഈമാൻ സൂക്ഷിക്കണം. ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ നമ്മളെ നാവും വാക്കും പ്രവൃത്തിയൊക്കെ നന്നാവണം. അള്ളാഹ് പറഞ്ഞ എന്താണ്? ഞാനെനിക്കൊരു ഹൃദയം തന്നിട്ടുണ്ട്. ആ ഹൃദയം ഇല്ലാമന്നത്തല്ലാബി കൽബിൻ സലീന്ന്, നല്ല രക്ഷപ്പെട്ട ഹൃദയത്തോടു കൂടെ സ്ഫടികം പോലെ തെളിഞ്ഞൊരു ഹൃദയം തന്നിട്ട് ആ ഹൃദയത്തിന് ഇങ്ങനെ പലരും അതും ഇതൊക്കെ പറഞ്ഞിട്ട് മാലിന്യമാക്കി അങ്ങനെ തന്നിട്ട് കാര്യമല്ല. രക്ഷപ്പെട്ട നല്ല ശുദ്ധമായ ഹൃദയത്തോടു കൂടെ വരണം. അവർക്ക് മുത്തക്കി എന്ന് പറയുന്നത് അവർക്ക് സ്വർഗം കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് അത്ര നല്ല ആളുകളിൽ നമ്മളെ അത് ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിയുന്നതും ആളുകൾക്ക് ഈ സന്ദേശങ്ങളൊക്കെ എത്തിക്കുക. നിങ്ങൾ എന്നിൽ വരുന്ന പോരായ്മകളൊക്കെ ക്ഷമിക്കുക. വ്യക്തമായിട്ട് പറയാനിപ്പോൾ ഒന്ന് ചെറിയ ഒരു ജലദോഷത്താറുണ്ട്, അതുകൊണ്ട് ഈ വ്യക്തത ഇല്ലാത്തതൊക്കെ നിങ്ങളെന്താണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അള്ളാഹ് നമ്മളെല്ലാവരെയും ആക്കിബത്ത് നന്നാകുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. ഒരാളെയും ആക്ഷേപിക്കാതെ, പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ ആക്ഷേപിക്കാതെ, സെയ്തന്മാരെ ആക്ഷേപിക്കാതെ, സെയ്താണെന്ന് അറിയാതെ നമ്മൾ ആക്ഷേപിച്ചാലും എന്തു ചെയ്യും? നമ്മൾ വിഷം അറിയാതെ തിന്നാൽ നമ്മൾ മരിക്കുന്നത് പോലെ നമ്മുടെ ഈമാൻ നശിച്ചു പോകുന്ന പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി അള്ളാഹ് ഈ സൽബുദ്ധിയോടുകൂടെ ജീവിക്കാനും നല്ല സുന്നത്തെ മതത്തിൻ്റെ ആശയം അനുസരിച്ച് ജീവിക്കാൻ തോപ്പിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുന്നു.